ഹായ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ലോജിസ്റ്റിക്സ് കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോംസ്. എന്താണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, അതെങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ള പദം ഉണ്ടായത് തന്നെ ഗ്രീക്ക് ടേമുന്ന ഓഗോസ്, ക്രമം എന്നുള്ള വാക്കുന്നാണ്. അതേപോലെ പറയുന്നുണ്ട് ഫ്രഞ്ച് പദമായിട്ടുള്ള മിലിറ്ററി മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാധനം കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്ന പ്രവൃത്തിനെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാമെന്നുള്ളത്. ഗ്രീക്ക് പദമായിട്ടുള്ള മിലിറ്ററി മൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് ലോഗർ എന്നുള്ള പദത്തിൽ നിന്നാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ, സ്റ്റോറേജ്, മൂവ്മെൻറ്റ്, ഇവാക്യുവേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലോജിസ്റ്റിക് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലോ ഓഫ് തിങ്സ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒറിജിൻ, ദ പോയിന്റ് ഓഫ് കൺസെപ്ഷൻ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമറിന് ആവശ്യമുള്ള റിക്വയർമെൻറ്റ് നോക്കിയതിന് ശേഷം ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിനിൽ നിന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ആ ഹോൾ പ്രവൃത്തിനെ നമുക്ക് എന്ത് പറയാം, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്നും അത് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് എന്ത് പറയുന്നത്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം സ്റ്റീം എഞ്ചിൻ്റെ മുമ്പാണ് ലോജിസ്റ്റിക്കിന് കുറച്ച് കാര്യങ്ങൾ, അതായത് സ്റ്റീം എഞ്ചിനൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആകുമ്പോൾ ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആയിരുന്നില്ല. അതിനുശേഷം സ്റ്റീം എഞ്ചിന് 1965 സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചതോടുകൂടി മൂവ്മെൻറ്റിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി സുഖമാവും, മാസ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത്. മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് മറ്റ് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ സ്റ്റീം എഞ്ചിൻ്റെ ഹെൽപ്പ് ഉണ്ടായി. പിന്നെ അതിനുശേഷം 1980 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒന്നും കൂടി പുരോഗമനം ഉണ്ടായി. നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഒറിജിൻ സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ സ്ഥലത്തു നിന്ന് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോജിസ്റ്റിക്സിന് ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഗോൾ ഓഫ് ലോജിസ്റ്റിക് ഈസ് ദ കോർഡിനേറ്റ് ആൾ എഫേർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ടു മെയിൻറ്റെയിൻ കോസ്റ്റ് എഫക്റ്റീവ് ഫ്ലോ ഓഫ് ഗുഡ്സ്. ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഗുഡ്സിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ഏത് മാർഗമാണോ എന്താണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അത് സഹായിക്കുന്ന പ്രവൃത്തിയാണ് വരുന്നത്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് വന്നത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ്, റൈറ്റ് ടൈം, ഒരു സാധനം റൈറ്റ് ടൈമിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ റൈറ്റ് കസ്റ്റമറുടെ കയ്യിൽ, അതായത് അവർ ചൂസ് ചെയ്ത ലൊക്കേഷനിൽ ആ ക്വാളിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിനെ അതിൻ്റെ സ്ഥലത്ത് കറക്റ്റ്, അതായത് കസ്റ്റമർ ആവശ്യപ്പെട്ട സ്ഥലത്ത് കസ്റ്റമർ ആവശ്യപ്പെട്ട വിലയ്ക്ക്, അതായത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ആ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ എത്തിച്ചു കൊടുക്കുമ്പോഴാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് വിജയം എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ് നോക്കാം. ബിസിനസ് ലോജിസ്റ്റിക്, ഒരു ബിസിനസ്സിൽ പ്രവർത്തനങ്ങൾ എല്ലാ ആക്ടിവിറ്റികളും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുക. സപ്ലൈ ചെയിൻ പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ ഉപഭോഗം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും കോർഡിനേഷനാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റോറേജ്, കൺട്രോൾ, ഡിസൈനിങ്, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള അതിനെയാണ് എന്ത് പറയുക, ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. സെക്കൻഡ് വൺ മിലിറ്ററി ലോജിസ്റ്റിക്സ് ആണ്. ഒരു മിലിറ്ററിയുടെ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു മിലിറ്ററിൻ്റെ ഒരു ടീം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന അവിടുത്തെ മിലിറ്ററി ആളുകളെയും അവരുടെ സാധന സാമഗ്രികളുമായിട്ട് മൂവ് ചെയ്യുന്ന ആ പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുക, മിലിറ്ററി ലോജിസ്റ്റിക്സ് എന്ന് പറയുക. ആൾ ആസ്പെക്ട്സ് ഓഫ് സപ്പോർട്ട് ഫോർ ദ ഓപ്പറേഷണൽ കപ്പാസിറ്റി ഓഫ് മിലിറ്ററി ഫോഴ്സ്. മിലിറ്ററി ഫോഴ്സിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നതിനെയാണ് എന്ത് പറയുക, മിലിറ്ററി ലോജിസ്റ്റിക്സ് എന്ന് പറയാം. മൂന്നാമത്തത് ഈവൻറ്റ് ലോജിസ്റ്റിക്സ് ആണ്. എല്ലാ നെറ്റ്വർക്ക് ഫെസിലിറ്റികളുടെയും സഹായത്തോടു കൂടി നമ്മളൊരു പ്രോഗ്രാം, ഇവൻറ്റ് പ്രോപ്പറായി നടത്തുന്നതിനെയാണ് ഇവൻറ്റ് ലോജിസ്റ്റിക് എന്ന് പറയാറുള്ളത്. അതിനെന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം, പ്ലാൻ ചെയ്യണം, സ്ട്രക്ചർ ചെയ്യണം, ആക്ടിവിറ്റി പേഴ്സണൽ ആയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സ്ട്രക്ചർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഇവൻറ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ദ ലാസ്റ്റ് വൺ സർവീസ് ലോജിസ്റ്റിക്സ്.
ഒരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് എന്ത് പറയുക, സർവീസ് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. അക്വിസേഷൻ ഉണ്ടാവും, ഷെഡ്യൂളിംഗ്, മാനേജ്മെൻറ്റ്, ഫെസിലിറ്റി, അസറ്റ്സ് ആൻഡ് മെറ്റീരിയൽ സപ്പോർട്ട്, സസ്റ്റെയിൻ, സർവീസ് ഓപ്പറേഷൻ സസ്റ്റെയിൻ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഓപ്പറേഷൻ മാനേജ്മെൻറ്റിനെയാണ് എന്ത് പറയുക, സർവീസ് ലോജിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കാനുള്ളത് കീ ലോജിസ്റ്റിക്സ് ടേംസ് ആണ്. ഏതൊക്കെ ടേംസുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ അവരിൽ ഉള്ള ടേംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സപ്ലയേഴ്സ്, നമ്മൾ ലോജിസ്റ്റിക് ടീമിൽ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരാണ് സപ്ലയേഴ്സ്. മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് കോമഡീസ്, ഗുഡ്സ്, പ്രൊഡക്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ ഇൻട്രസ്റ്റോട് കൂടി തിരക്കുന്ന ആൾക്കാർ കോമഡീസ് ആണ്. പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ യൂസേഴ്സ് ആരാ, നമ്മുടെ സാധനങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുന്നവർ, നമ്മുടെ ക്ലയൻസ്, കസ്റ്റമേഴ്സ്, അതേപോലെ സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്, വെയർഹൗസുകൾ, നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ്, വെയർഹൗസുകളായിട്ട് പ്രവർത്തിക്കുന്നവ. പിന്നെ വരുന്നത് STPs പോയിന്റ്സുകൾ, അതായത് സർവീസ് ഡെലിവറി പോയിന്റ്സുകൾ. നമ്മുടെ കസ്റ്റമർക്ക് അടുത്തുള്ള ഡെലിവറി പോയിന്റ്സുകളിൽ വെയർഹൗസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുത്തേക്കാറുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് സർവീസ് ഡെലിവറി പോയിന്റ്സ് എന്ന് പറയാറുള്ളത്. പിന്നെ ഇൻവെന്ററി, സ്റ്റോക്ക്, ഗുഡ്സ്, ഇതെല്ലാം നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ യൂസ് ചെയ്യുന്ന ടേംസുകളാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പൈപ്പ് ലൈൻ. ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഒരു പൈപ്പ് ലൈൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്ലോ ആണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വാട്ടർ ടാങ്കിൽ നിറയെ വെള്ളം, ആ വെള്ളം പൈപ്പ് ലൈനിൽ കൂടെ നമ്മളിലേക്ക് എത്തുന്നു. വാട്ടർ ടാങ്കിന്റെ പ്രൊഡക്റ്റ് ആയിട്ട്, വാട്ടർ ടാങ്കിനെ വെയർഹൗസ് ആയിട്ടും വാട്ടറിനെ പ്രൊഡക്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം നമ്മളിലേക്ക് എത്തുന്നില്ലേ? അതുകൊണ്ടാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഒരു പൈപ്പ് ലൈൻ പോലെയാണ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലീഡ് ടൈം ആണ്. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് മുതൽ കസ്റ്റമറുടെ കയ്യിൽ യൂസ് ചെയ്യാൻ പാകത്തിന് പ്രൊഡക്റ്റ് എത്തുന്ന വരെയുള്ള ആ ഒരു ഷോർട്ട് ആയിട്ടുള്ള ടൈമിന്, അല്ലെങ്കിൽ ആ ഒരു ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയാം. ലീഡ് ടൈമിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷം ഏറ്റവും മാക്സിമം അവരിലേക്ക് അത് എത്തിക്കാൻ കഴിയുന്ന പ്രവൃത്തി ചെയ്യുന്നത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിയുകയാണെങ്കിൽ അത് അവരുടെ വിജയമാണ്. കുറഞ്ഞ ലീഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടുമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിലും നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം നമുക്ക് വിചാരിക്കുന്നതിന് മുന്നേ തന്നെ എത്തുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. നമ്മൾ കസ്റ്റമേഴ്സാണ്, നമ്മൾ വിചാരിക്കുന്ന സാധനം നമ്മൾക്ക് സമയത്തിന് മുന്നേ തന്നെ എത്തിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ വീണ്ടും അതിനെ ട്രസ്റ്റ് കൂട്ടാം. സോ അതാണ് പറയുന്നത്. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ആ ഓർഡർ ചെയ്യുന്ന സമയം മുതൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആ സമയത്തിനെയാണ് ലീഡ് ടൈം എന്ന് പറയാം. ഓക്കെ, കുറഞ്ഞ ലീഡ് ടൈമാണ് പ്രോഫിറ്റ് കൂട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് കൺസെപ്റ്റുകളാണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് കൺസെപ്റ്റിൽ പെടുന്ന ഫസ്റ്റത്തെ കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർക്ക് വേണ്ടിയാണ് ആര് പ്രവർത്തിക്കുന്നത്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ഇന്റഗ്രേറ്റഡ് എഫേർട്സുകളാണ്. നമ്മൾ കഴിഞ്ഞ +2 പഠിച്ചിട്ടുണ്ട് 4Pകളെ കുറിച്ച്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. 4 കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കസ്റ്റമറുടെ കയ്യിലെത്തുക. സോ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് കമ്പനിയുടെ പ്രോഫിറ്റ്. കമ്പനിയുടെ പ്രോഫിറ്റ് നിലനിർത്തുക എന്നുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പെട്ടെന്ന് നാളെ മാത്രം കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് കമ്പനി പ്രോഫിറ്റിലാവില്ല. പ്രോഫിറ്റബിലിറ്റി നിലനിർത്തുക എന്നുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. നെക്സ്റ്റ് വരുന്നതാണ് സിസ്റ്റം അപ്രോച്ച് പ്രകാരം ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇൻഫർമേഷൻ ബൈ ഫ്ലോ. നമ്മൾ ഓർഡർ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഫ്ലോ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഓർഡർ എടുക്കുക, ഹാൻഡിൽ ചെയ്യുക, അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇൻഫർമേഷൻസ് കാര്യമായിട്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഫസ്റ്റ് ഇൻഫർമേഷൻ ഫ്ലോ ആണ് വരുന്നത്. ദെൻ വെയർ ഹൗസിങ്. ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസ് വേണം. ആ സ്പേസ് കണ്ടെത്തി സ്പേസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ, അല്ലെങ്കിൽ പ്രൊഡക്ട്സിന് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറേജുകൾ കണ്ടെത്തേണ്ടത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലും ആവശ്യത്തിനുള്ള പ്രൊഡക്ട്സുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്
അതായത് കൂടുതലും ലോസ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, കൂടുതൽ ലോസ് ആവുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കരുത്. അതേപോലെ കസ്റ്റമറുടെ ആവശ്യത്തിനുള്ള സാധനം തികയാതാവും ചെയ്യരുത്. ലെസ് ആയിട്ടും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല, എക്സ്ട്രാ ആയിട്ടും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ഇൻവെന്ററി എപ്പോഴും കൺട്രോളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ലെസ് ആവണമെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഇല്ല എന്ന് പറയും. റിപ്പീറ്റ് ആയിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് കസ്റ്റമർ നമ്മളെ അന്വേഷിക്കാതാവും. ഇനി എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് സാധനം വിറ്റ് പോവാതെ അത് ലോസിലേക്കും പോകും. സോ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ. നെക്സ്റ്റ് വരുന്നത് പാക്കേജ് ആണ്. പാക്കിങ്ങിൽ വരുന്നത് എന്താണ്, നമ്മൾ ഡാമേജ് ഫ്രീ ആയിട്ട് ഡാമേജ് ലെസ് ആയിട്ട് പാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ് പാക്കിങ്. കാരണം നമുക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തെല്ലാം കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റ് ആണെങ്കിൽ പോലും പാക്കിംഗ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനെ ബാധിക്കും, പ്രൊഡക്റ്റിന്റെ റിവ്യൂവിനെ ബാധിക്കും. സോ പാക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ. ലാസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ. ടൈമിലി ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ കാര്യം കൃത്യമായി സാധനം എത്തിച്ചാൽ മാത്രമേ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടുള്ളൂ. സോ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായ അളവിൽ യൂണിറ്റ് കോസ്റ്റ് കുറച്ചുകൊണ്ട് കൃത്യമായ സ്ഥലത്ത് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ കാര്യം തന്നെയാണ് വരുന്നത്. സോ അതിൽ വരുന്ന സിസ്റ്റം അപ്രോച്ചിൽ വരുന്ന 4-5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫർമേഷൻ ബൈ ഫ്ലോ, നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതും അത് പാസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വെയർ ഹൗസിംഗ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തൽ, അതേപോലെ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക, കൂടുതലും കുറവ് വരാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, ബാലൻസ് ചെയ്ത് പോവുക, പാക്കേജിങ് പ്രോപ്പർ ആക്കുക, അതേപോലെ ട്രാൻസ്പോർട്ടേഷനും കറക്റ്റ് ആക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ലോജിസ്റ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. 7 പ്രിൻസിപ്പിൾസ് ആണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. റൈറ്റ് മെറ്റീരിയൽസ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് എപ്പോഴും റൈറ്റ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യണം. അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്നതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തരുത്. റൈറ്റ് മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണം. റൈറ്റ് ക്വാണ്ടിറ്റിയും റൈറ്റ് കണ്ടീഷനിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ റൈറ്റ് ക്വാളിറ്റിയും കണ്ടീഷനും ഉറപ്പുവരുത്തിയും കൂടെ ആയിരിക്കണം. ഇത് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ് ഇത് ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ടൈം, അതേപോലെ റൈറ്റ് പ്ലേസ്, റൈറ്റ് കോസ്റ്റ്, ദെൻ റൈറ്റ് കസ്റ്റമേഴ്സ്. നമ്മുടെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത് ഈ റൈറ്റ് എല്ലാ കാര്യങ്ങളും റൈറ്റായി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എഫിഷ്യൻസിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഈ 7 റൈറ്റുകൾ ആണ് പ്രിൻസിപ്പൾസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് റൈറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുക, റൈറ്റ് ക്വാണ്ടിറ്റി, അതേപോലെ റൈറ്റ് കണ്ടീഷനിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഡെലിവറിക്ക് റെഡിയാക്കേണ്ടത്. സോ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തിക്കുക എന്നുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് റൈറ്റ് കോസ്റ്റ് ആയിരിക്കണം, അതേപോലെ റൈറ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള കസ്റ്റമർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി കണ്ടീഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർ ഉദ്ദേശിച്ച ടൈമിനുള്ളിൽ തന്നെ അവരുടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ അവരുടെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വരുന്നതാണ് കീ ലോജിസ്റ്റിക്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഓർഡർ പ്രോസസ്സ് ചെയ്യുക, ഓർഡർ സ്വീകരിക്കുക, ഓർഡർ റിസീവ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, ഫയൽ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഓർഡർ പ്രോസസ്സിംഗ് എന്നുള്ള ഉൾപ്പെടുന്നതാണ്. ഓർഡർ സ്വീകരിച്ചതിന് ശേഷം അത് റിസീവ് ചെയ്തതിന് ശേഷം ഫയൽ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. എന്ത് ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെ ഉണ്ടോ, സാധനം ഉണ്ടോ, കൊടുക്കാൻ ഉള്ള സാധനങ്ങളുണ്ടോ, അതിന് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് വരുന്നത്, ഓർഡർ പ്രോസസ്സിംഗ്. നെക്സ്റ്റ് പ്രൊക്യൂർമെൻ്റ് ആണ്. പ്രൊക്യൂർമെൻ്റ് എന്നുള്ള വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ആ മെറ്റീരിയൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയാം. പുറത്തുനിന്നുള്ള സ്റ്റോറേജ്, അതേപോലെ സപ്ലൈൻ്റെ സോഴ്സിങ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രൊക്യൂർമെൻറ്റിൽ വരിക. സോ ഓർഡർ സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രൊക്യൂർമെൻറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. നമ്മൾ മൂവ്മെൻറ്റ് ഓഫ് വെയർ ഹൗസിലേക്ക് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളത് കവറിങ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ പ്രൊഡക്റ്റ് സൂക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സോ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വെയർ ഹൗസിംഗ് ആണ്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് സൂക്ഷിക്കാൻ ആവശ്യമായ പ്ലേസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരിക്കണം. നമ്മൾ ഡെലിവറിക്ക് റെഡി ആയിരിക്കുന്ന അല്ലെങ്കിൽ സോൾഡ് ആവാത്ത ഗുഡ്സിനെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനെയാണ് എന്ത് പറയുക, വെയർ ഹൗസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വെയർ ഹൗസിംഗ് ആണ് നെക്സ്റ്റ് കാര്യം വരുന്നത്. ദെൻ ഇൻവെൻട്രി കൺട്രോൾ ആണ്. ഇൻവെൻട്രി കൺട്രോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ലോജിസ്റ്റിക്സിൽ എപ്പോഴും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇൻവെൻട്രി എപ്പോഴും ലെസ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓവറോ ആവാൻ പാടില്ല. ലെസ് ഇൻവെൻട്രി ആണെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് സാധനം ഇല്ല എന്ന് പറയുന്നത് നമ്മളെന്താണ് കമ്പനീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ സാധനം ലെസ്സായിട്ട് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഓവറായിട്ടുള്ള പ്രൊഡക്റ്റും നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നഷ്ടത്തിന് കാരണമാവും. കാരണം അത് കിടന്ന് അത് കംപ്ലൈൻറ്റ് വന്ന് അത് നമുക്ക് വെക്കാൻ പറ്റാത്ത രീതിയിലാവും. സോ എപ്പോഴും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഏറ്റവും ടഫ് ഏരിയയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് പ്രോപ്പറായിട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമ്മൾ വെയർഹൗസിൽ റെഡി ആയി കഴിഞ്ഞ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. വെഹിക്കിൾ ഫെസിലിറ്റി ഉറപ്പാക്കുക, അതേപോലെ റൂട്ട് പ്ലാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ട്രാൻസ്പോർട്ടേഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് പാക്കിംഗ് ആണ്. പാക്കിംഗ് 2 തരത്തിലാണുള്ളത്. നമ്മൾ എന്തിനാണ് പാക്ക് ചെയ്യുന്നത്? ഓരോ പ്രൊഡക്റ്റും അതിന് ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി പാക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്ട്സ് മറ്റുള്ളവർക്ക് കസ്റ്റമർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആകർഷകമായ രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. സോ 2 തരത്തിൽ പാക്കിങ്ങും ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. സോ ഇൻവെൻട്രി മാനേജ്മെൻറ്റും ട്രാൻസ്പോർട്ടേഷൻ, പാക്കിംഗ് ഇത്രയും കാര്യങ്ങളും കൂടിയാണ് അതിൽ വരുന്നത്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിനെ 2 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻബോൺ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് അഥവാ അപ്സ്ട്രീം ലോജിസ്റ്റിക്സ് എന്നും, അതേപോലെ ഔട്ട്ബോൺ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് അഥവാ ഡൗൺ സ്ട്രീം എന്നും. ഇൻബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിക്ക് അകത്ത് നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോഗ്രാമുകളൊക്കെ ഉൾപ്പെടുന്നത് തന്നെയാണ് ഇൻബോണ്ട് എന്ന് പറയാം. ഇപ്പോൾ മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ട്, അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് കുറവാണെങ്കിൽ ആ മെറ്റീരിയൽസ് നമ്മൾ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്ന കാര്യം, അതുപോലെ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കിയ മെറ്റീരിയൽ വെയർഹൗസിലേക്ക് എത്തിക്കുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻബോണ്ട് ആക്ടിവിറ്റിയിൽ നടക്കുന്നത്. ഔട്ട്ബോണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വെയർഹൗസിൽ നിന്ന് കസ്റ്റമറുടെ അടുത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ആ ഒരു കാര്യങ്ങളെയാണ് ഔട്ട്ബോണ്ട് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നത്. ഫാക്ടറിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇൻബോണ്ട് ആയിട്ടും ഫാക്ടറിയുടെ പുറത്തേക്ക് പ്രൊഡക്റ്റുകൾ പോകുന്നതിനെ ഔട്ട്ബോണ്ട് ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, റാപ്പിഡ് റെസ്പോൺസുകൾ ചെക്ക് ചെയ്യുക. അതായത് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. നമുക്ക് ഇപ്പോൾ എഐയുടെ സഹായത്തോടു കൂടിയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പറ്റും. സമയബന്ധിതമായിട്ട് കസ്റ്റമറിന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് റാപ്പിഡ് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാപ്പിഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമർ ചോദിക്കുന്നതിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓർഡർ ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അവർ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മളെന്ന് പറയുന്നത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. നമുക്കത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. അതാണ് റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഡിലേ ആവാം. മേ ബി ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രൈക്കോ മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം പ്രൊഡക്റ്റ് എവിടെയെങ്കിലും സ്റ്റക്കായി പോവാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള മുൻകരുതലോട് കൂടി നമ്മൾ എടുക്കണം. അതായത് മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എന്തായാലും നെക്സ്റ്റ് അപ്പോൾ പ്രൊഡക്റ്റ് മറ്റന്നാൾ ഡെലിവറി ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലീസ്റ്റ് ടൈമാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അതായത് മറ്റന്നാൾ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം കൂടി കൂട്ടി പറയാം. അതിന് മുമ്പ് പ്രോഡക്റ്റ് എത്തുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ മെസ്സേജ് വരാറുണ്ട്, പ്രൊഡക്റ്റ് ഡെലിവറി ചിലപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാവും. പക്ഷെ അതിന് മുമ്പ് വരുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ വന്നു എന്നൊരു സന്തോഷം നമ്മുടെ കയ്യിലുണ്ടാവും. അതുപോലെയുള്ള ഡിലേകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് കൂടി ലോജിസ്റ്റിക് മാനേജ്മെന്റുകൾ സ്വീകരിക്കണം. അടുത്ത മിനിമം ഇൻവെന്ററി ആണ്. എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെന്ററി എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്തണം എന്നുള്ളത്. തീരെ കുറഞ്ഞും പോകരുത്, ഒരുപാട് കൂടിയും പോകരുത്. മിനിമം ഇൻവെന്ററി ബാലൻസ് ചെയ്ത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതേപോലെ കമ്പനിക്ക് പ്രോഫിറ്റ് കൂട്ടുക എന്നതാണ് ലക്ഷ്യം വെക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് മൂവ്മെന്റ് കൺസോൾട്ടേഷൻ ആണ്. ഗതാഗതം എപ്പോഴും ഏകീകരണം. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ ഒരു വണ്ടി വിട്ടു, അതേ ഏരിയയിലേക്ക് മറ്റൊരു പ്രൊഡക്റ്റ് എടുക്കാൻ അടുത്ത വണ്ടി വിടുന്നതിന് നല്ലത് ഒരേ പ്രൊഡക്റ്റുകൾ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? യൂണിറ്റ് കോസ്റ്റ് കുറച്ചുകൊണ്ട് വാഹന സൗകര്യങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കുക. ചിലപ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഫ്ലൈറ്റ് വഴി വരാം, ട്രെയിൻ വഴി വരാം, കാറിൽ കൊണ്ടുവരാം. സോ നമ്മളത് ഏറ്റവും യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞ് നമ്മൾ എത്ര ടൈമിൽ എത്തണം എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഫ്ലൈറ്റിലാണെങ്കിൽ സ്പോട്ട് ലൈനിൽ എത്തും, അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ എത്തും, അല്ലെങ്കിൽ മറ്റതിനൊക്കെ ഡിലേകൾ വരും. അപ്പോൾ ഏതിനാണോ കോസ്റ്റ് കുറവ് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കണം. സോ ഗതാഗത ഏകീകരണമാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. മൂവ്മെന്റ് ഓഫ് കൺസോൾട്ടേഷൻ. നെക്സ്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്.
കസ്റ്റമർക്ക് എപ്പോഴും ദ ബെസ്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടതെന്നുള്ളതാണ്. നമ്മൾ അവിടെ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റ് ലോ കോസ്റ്റിൽ കസ്റ്റമറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് വാല്യൂ കൂട്ടാൻ ഹെൽപ്ഫുൾ ആവും. അതെന്തിനെ സഹായിക്കും? പ്രോഫിറ്റ് കൂട്ടാൻ ഹെൽപ്പാകും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ലൈഫ് സൈക്കിൾ സപ്പോർട്ടാണ്. കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാതിരിക്കുകയല്ല. കസ്റ്റമർക്ക് അതിന്റെ ഫീഡ്ബാക്കുകൾ അന്വേഷിക്കുക, അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണോ, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഉപയോഗിക്കുന്ന പല പ്രൊഡക്ട്സുകളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പണ്ട് ക്ലോസപ്പ്, ക്ലോൾഗേറ്റ് അല്ലെങ്കിൽ നമ്മൾ പൽപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികളാണ്. സാൾട്ട് ഉള്ളത്, ചാർക്കോൾ ഉള്ളത്, വെറൈറ്റിയാണ് മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്ഡേഷൻ ആണ് എല്ലാവർക്കും ആവശ്യമുള്ളത്. അത് അപ്ഡേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ്. സോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയില്ല എന്നുള്ളത് അതിൻ്റെ അവരുടെ ഫീഡ്ബാക്ക് അന്വേഷിക്കണം. അവരുടെ യൂസേജിന്, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പ്രൂവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ ചെയ്യുന്നത്. അടുത്ത ലോജിസ്റ്റിക്സിന്റെ ഫോംസ് ആണ്. പല ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ആണ്. പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയൽസും പാർട്സും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ലോജിസ്റ്റിക്സിനെയാണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, ആ ഷോർട്ടേജ് ഉള്ള പ്രൊഡക്ട്സ് കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് പ്രൊക്യൂർമെന്റിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റികളും ഉൾപ്പെടുന്ന ലോജിസ്റ്റിക് ആണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ മാനേജ്മെന്റും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ മാനേജ്മെന്റും ഷിപ്പിംഗും ഒക്കെ ഉൾപ്പെടുന്നതിനെയാണ് എന്ത് പറയാം? പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് സെയിൽസ് ലോജിസ്റ്റിക്സ് ആണ്. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വെയർ ഹൗസിൽ നിന്നും റീറ്റെയിലർ അതേപോലെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വെയർ ഹൗസിൽ നിന്ന് കളക്ട് ചെയ്ത് റീറ്റെയിലർ, റീറ്റെയിലർ കസ്റ്റമർ എന്നിവയിലേക്ക് എത്തിക്കുന്നത് ഒക്കെ ഉൾപ്പെടുന്നവയാണ് സെയിൽസ് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല, ആളുടെ ആക്ടിനെ പോയി സെയിൽ ചെയ്യണമെന്നില്ല. ഓൺലൈനായിട്ടുള്ള കച്ചവടങ്ങൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എഐനെക്കാളും സോഷ്യൽ മീഡിയസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സെയിലിംഗ്, ഇ-കോമേഴ്സ് ഇതൊക്കെ കൂടുതലും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സെയിൽസ് ലോജിസ്റ്റിക്സ് കുറച്ചുകൂടി AI ബേസ്ഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് റിക്കവറി ഓർ റിവേഴ്സ് ലോജിസ്റ്റിക്സ്. റിക്കവറി ഓർ റിവേഴ്സ് മീൻസ് പ്രൊഡക്റ്റിന്റെ കംപ്ലൈൻസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ കണ്ടെയ്നേഴ്സ് അതെല്ലാം തിരിച്ച് കളക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് വരുന്നത്? റിക്കവറി ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതെല്ലാം കളക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ലോജിസ്റ്റിക്സിനെയാണ് റിവേഴ്സ് ഓർ റിക്കവറി ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ഇനി റീസൈക്ലിംഗ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിക്കവർ ചെയ്തെടുത്ത സാധനങ്ങളെ നമ്മൾ വീണ്ടും റീയൂസിന് തയ്യാറാക്കി എടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയാം? റീസൈക്ലിംഗ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത്രയും ഫോംസ് ആണുള്ളത്. പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്, പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്, സെയിൽസ് ലോജിസ്റ്റിക്, റിക്കവറി ഓർ റിവേഴ്സ് ലോജിസ്റ്റിക് ആൻഡ് ലാസ്റ്റത്തെ റീസൈക്ലിംഗ് ലോജിസ്റ്റിക്. നമ്മുടെ ചാപ്റ്ററിൽ ഇത്രയും ഭാഗങ്ങളാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.